കളവാ, നിന്റെ വളർത്തുവന്റെ പണികളും മറ്റും പോയല്ല. നിന്റെ പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു. ഒരു 3 ലക്ഷം രൂപ തികച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങായിരുന്നു. 3 ലക്ഷത്തിന് എത്ര കുറവുണ്ട്? ഒന്ന് നോക്കിയോട്ടെ. ഓ, 10 രൂപയ്ക്ക് ചായ കുടിച്ചു. ബാക്കി 2,99,930 രൂപയുടെ കുറവുണ്ട്. ഉണ്ടാവോ തരാൻ? അല്ല, അങ്ങോട്ട് തരാനുള്ള വാടകയോടെ എല്ലാം കൂടി ചേർത്ത് തരാം. സഹായിക്കാനായിട്ട് ആരുമില്ല, സ്വന്തം എന്ന് പറയാനായിട്ട് അച്ഛനും ഇല്ല, അമ്മയില്ല. ആകെയുള്ള സമ്പാദ്യം ഈ പാട്ട സൈക്കിൾ മാത്ര. പാട്ട എന്റെ അപ്പൻ. നിങ്ങൾ കാണുന്നില്ല എന്റെ പ്രശ്നങ്ങൾ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ അച്ഛന്റെ മോഹം കണ്ടോ? എന്താ ഗെറ്റപ്പ്, എന്താ പ്രൗഢി. കണ്ടാലൊരു ജന്മിയാണെന്ന് തോന്നും. അതേടോ, അതൊരു സത്യ. നിന്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നെന്ന് എന്റെ അമ്മ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമവുമായുള്ള ശത്രുതയിൽ പടവെട്ടി മരിച്ച കഥയും പറഞ്ഞിരുന്നു. അമ്മ എപ്പോഴെങ്കിലും ഞങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു, പക്ഷെ നിന്നോട് ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ആ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നീ ഇപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പം പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇത് നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. എന്താ ഇത്? നീ ജനിച്ചപ്പോ നിന്റെ അച്ഛൻ നിന്റെ പേരിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന്റെ പേപ്പറാ. 3 ലക്ഷം. അന്ന് 3 ലക്ഷം എന്ന് പറഞ്ഞാല് വലിയ തുകയാ. ഇന്നിപ്പോ ഇത് എത്രയായിട്ടുണ്ടാവും? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. നീ പ്രായപൂർത്തിയാവുമ്പോ 10-30 ലക്ഷം രൂപ കിട്ടുന്ന എന്തോ പദ്ധതിയാണെന്ന എന്നോട് പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? 30 ലക്ഷം. കേശുമാമ, 3 ലക്ഷത്തിന് ഒരു ഓട്ടോ, ബാക്കി 27 ലക്ഷത്തിന് വാട്ടർ ഫ്രണ്ടേജ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് കിട്ടൂ. ഓടാ, നീ ആ പോസ്റ്റ് ഓഫീസ് ഉണ്ടോന്ന് പോയി നോക്ക്. അല്ല, ഈ നാട് എവിടെയെന്ന് പറഞ്ഞില്ല. കുറച്ച് തെക്കാ, രാവണപുരത്തിനപ്പുറം രാമപുരം. അച്ഛാ, അരമണിക്കൂറിനുള്ളിൽ അവരെത്തുമെന്ന്. വരട്ടെ, അവർ നമ്മുടെ ആതിഥ്യ മര്യാദയിൽ അത്ഭുതപ്പെടണം. അവരവരുടെ നാട്ടിൽ നമ്മളെക്കുറിച്ച് പാടിപ്പുകഴ്ത്തണം. മനസ്സിലായോ? അന്നപൂർണേശ്വരി കാത്തുകൊള്ളണേ. നരസിംഹ, അതിഥികളുടെ തൃപ്തിയാണ് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം. അത് മറക്കണ്ട. ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങാം. പൂജ മുടക്കാൻ പറ്റില്ല. സർ, ഇവിടെ നിന്നാണ് രാവണപുരം തുടങ്ങുന്നത്. ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് ഈ രാവണപുരം. ബ്യൂട്ടിഫുൾ വില്ലേജ്. നോ സർ, ഫൂൾസ് വില്ലേജ്. വിഡ്ഢികളായതുകൊണ്ടല്ലേ സാറിന്റെ കോർപ്പറേറ്റ് കമ്പനിക്ക് 2000 ഏക്കർ സ്ഥലം ഇവര് തീറെഴുതി തരാന്ന് പറഞ്ഞത്. 10 അടി താഴ്ത്തിയാല് ഇവിടെ മുഴുവൻ പാറയാണെന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. പാറയെല്ലാം ഗ്രാനൈറ്റ് ആണെന്ന് നമുക്കല്ലേ അറിയൂ. പിന്നെ ബാക്കി 3000 ഏക്കർ. അതീ കിഴക്കേക്കോട്ടയിൽ നരസിംഹനെ വളച്ച് ഞാൻ പുഷ്പം പോലെ മേടിച്ചു തരും. പോരെ? അയാളാണല്ലോ ഈ മണ്ടന്മാരുടെ മരമണ്ടൻ രാജാവ്. സർ, ഇതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ നരസിംഹന്റെ പേരിൽ 100-ലേറെ ക്രിമിനൽ കേസുകളുണ്ട്. പോലീസും നിയമം അയാളെ ഭയപ്പെടുന്നു. ഒന്ന് പോവാൻ പറയേ. ഞാനേ ബോംബെ വിറപ്പിച്ചിരുന്ന എത്ര കൊലകൊമ്പന്മാരെ ഡീൽ ചെയ്തിട്ടുള്ള ആളാന്നറിയോ? പിന്നെയാണ് ഈ പട്ടിക്കാട്ടിലെ നരച്ചിമ്മ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ, സുഖായിരുന്നു. മഹേഷ് ശർമ്മ. ഞാൻ നരസിംഹൻ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ,
ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ, അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള പൂനെയിൽ പഠിക്കും. അല്ല, ഈ നാട്ടില് സ്കൂളൊന്നുമില്ലേ? ഈ പാവങ്ങളുടെ പേരിലാണോ 100-ലേറെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? മീശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്, ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാള് വെറുതെ പേടിപ്പിച്ചിരുന്നു. വന്ന്. മുത്തു, നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ? വന്ന്. അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? അങ്ങോട്ട് ഇരിക്ക്. ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, എവര് തുണി കൊടുക്കും, കന്നുകാലികള് തുണി കൊടുക്കൂല. sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ തരും. എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ചൊന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീരച്ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ചാണകമാണെന്ന്. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ, അതെ അതെ. എടാ, ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം ആ, അതൊന്നും ഒരു കുഴപ്പമില്ലടാ. ആ, ഓക്കെ ഓക്കെ. വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റയ്ക്കങ്ങ് സൂയിക്കാണ് കള്ളേ. കല്യാണമൊന്നും കഴിക്കണല്ലേ? ഇല്ല, അകത്തെ സെറ്റപ്പ് പോലെ വേറെ വല്ലതൊക്കെ ഉണ്ടോ? കൊച്ചു കള്ള ഒന്ന് വിടാതെ നടക്കണേ. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടേത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി പാവം മാറും. അതുകൊണ്ട് ചന്ദ്രസിംഹ,
ഞങ്ങൾ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടൂടെ നിനക്ക്? അവനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ ബലിക്കല്ലി കിടത്തി വെട്ടി നുറുക്ക്. പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലില്ലാത്തതുകൊണ്ട് അൽവയും തൈരുസാദവും വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വണ്ടി കയറിയാട്ടെ. ഈ മണ്ണിൽ 10 അടി കുഴിച്ച ഗ്രാനൈറ്റ് ഉണ്ടെന്നറിയാത്ത മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലേക്ക് വരുമ്പോ ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്നോർത്താ ഞാനിതിന് കൂട്ടുനിന്നത്. ചെല്ല്.